ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വട്ടവടയിലേക്കാണ് പോകുന്നത്. മലകളും കുന്നുകളും കാടും മേടും എല്ലാം കയറി വട്ടവട എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്ക് വട്ടവട അല്ലാതെ തന്നെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മൂന്നാർക്ക് പോകുമ്പോൾ മൂന്നാറിലേക്കുള്ള ഒരു കവാടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന നമ്മുടെ നേര്യമംഗലം പാലമാണ്. ഇതിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു പാലം കഴിഞ്ഞ് ജസ്റ്റ് അങ്ങ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാടിനകത്തേക്ക് കയറിയ ഒരു ഫീലാണ്. ശരിക്കും ഹൈ റേഞ്ചിൻ്റെ ആ ഒരു ഫീലെല്ലാം കിട്ടിത്തുടങ്ങുന്നത് തന്നെ ഈ പാലം കഴിയുമ്പോഴാണ്. നേര്യമംഗലം പാലം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ചീയപ്പാറ വാട്ടർഫോളാണ്. മൺസൂണിലാണ് ഈ വാട്ടർഫോളിൻ്റെ ഭംഗി അതിൻ്റെ പീക്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. നമ്മൾ മൂന്നാർ പോകുന്ന ഹൈവേ വഴിയാണെന്നുണ്ടെങ്കിൽ അവിടെ റോട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാണ് ഈ വാട്ടർഫോളിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. നേരെ മറിച്ച് ഈ ആളുകൾ നിൽക്കുന്നത് ഈ വാട്ടർഫോളിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ്. അതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ടുള്ള വഴി നമ്മൾ കഴിഞ്ഞ ഒരു മാമലക്കണ്ടം വീഡിയോ ചെയ്തപ്പോഴേക്കും അതിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാട്ടർഫോളിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇനി നമ്മൾ പോകുന്നത് നേരെ വട്ടവടയിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് വാട്ടർഫോൾസും വ്യൂ പോയിൻറ്റ്സൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ചീയപ്പാറയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നെക്സ്റ്റ് കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണ് ഈ കാണുന്ന വാളറ വാട്ടർഫോൾസ്. ചീയപ്പാറയിലെ പോലെ തന്നെ മഴക്കാലത്താണ് ഈ വാളറ വാട്ടർഫോൾസ് നമുക്കതിൻ്റെ ഭംഗിയുടെ ഒരു പീക്കിൽ കാണാൻ പറ്റുക. നല്ല മഴയുള്ള ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തെ ഫോഴ്സിലായിരിക്കും ഇവിടെ വെള്ളം വരുന്നത്. പിന്നെ ഈ വാട്ടർഫോൾസും അതുപോലെ വ്യൂ പോയിൻറ്റ്സ് എല്ലാം കാണാൻ ആ ഒരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും ചെറിയൊരു കോടയെല്ലാം വേണം. എന്തായാലും നമ്മൾ നേര്യമംഗലം പാലം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ചെറിയ മഴയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഒരുവിധം കോടയെല്ലാം കിട്ടിയിരുന്നു. അങ്ങനെ നമ്മൾ വാളറ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നെക്സ്റ്റ് ചെന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പെട്ടിമുടിയുടെ അടുത്താണ്. ശരിക്കും റോഡിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഈ കാണുന്ന മഞ്ഞിൻ്റെ പുറകിലായിട്ട് ഒരു വലിയൊരു പാറയുണ്ട്. ഈ കാണുന്നതാണ് ശരിക്കും ആ ഒരു പാറ. നമ്മൾ ചെന്നപ്പോൾ നല്ല കോട ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വിഷ്വൽ കിട്ടിയത് തന്നെ. നമ്മൾ മൂന്നാർക്ക് പോകുന്ന വഴിക്ക് വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്ലേസിലാണ് ഈ ഒരു വാട്ടർഫോൾ നിൽക്കുന്നത്. പക്ഷേ റോഡിൻ്റെ സൈഡിലായതുകൊണ്ടും പെട്ടെന്ന് അങ്ങ് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അധികം ആരും ഈ ഒരു വാട്ടർഫോൾ ഒന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ കാണുന്ന വാട്ടർഫോളിൻ്റെ താഴെയായിട്ട് ഒരു അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഈ ഒരു ഗുഹയാണ്. അൺഎക്സ്പ്ലോർഡ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ആരും പോയിട്ടില്ല എന്നല്ല, പക്ഷേ വളരെ റെയറായിട്ട് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളും അതുപോലെ ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ആളുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വരാറുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കാന്തല്ലൂർ വീഡിയോ ചെയ്ത ടൈമിൽ ഇതേ ഗുഹയിൽ തന്നെ ടെൻറ്റിൽ സ്റ്റേ ചെയ്ത ഒരാളുടെ വീഡിയോ എല്ലാം നമ്മളതിൽ കണ്ടിരുന്നു. പിന്നെ അധികം പബ്ലിക്കൊന്നും പോകാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണോ എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അങ്ങോട്ട് പോവുക.
എന്തായാലും ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗുഹയുടെ ഉള്ളിലെ ഒരു വശം എന്ന് പറയുന്നത്. അങ്ങനെ കേവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മൂന്നാർ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു സ്ഥലമാണ്. നമ്മുടെ യാത്രയുടെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എല്ലാം എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ് ആവാനായിട്ട് പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ കാണുന്ന ഏരിയ. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മൂന്നാർ ടൗൺ കഴിഞ്ഞ് നമ്മുടെ മാട്ടുപ്പെട്ടിയിലേക്ക് പോകുമ്പോഴാണ് ഈ കാണുന്ന ഒരു ദൃശ്യ ഭംഗി നമുക്ക് കിട്ടുക. കാരണം ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളുടെ എല്ലാം ഇടയിലായിട്ട് ഇത്രയും കോൺട്രാസ്റ്റ് ആയിട്ട് പല കളറിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും ചെറിയ ചർച്ചും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. മൂന്നാറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള റൂട്ടിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഒരു വില്ലേജ് അല്ലെങ്കിൽ ഈ ഒരു ടൗൺ നമുക്ക് കാണാൻ പറ്റുക. ഹൈ റേഞ്ചിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കോടയില്ലാതെ എന്ത് യാത്ര അല്ലേ. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട്, അതായത് നേര്യമംഗലം പാലം കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് കംപ്ലീറ്റ് വിഷ്വൽസിലും കിട്ടുന്നത് ഈ രീതിയിലുള്ള കോട തന്നെയാണ്. അങ്ങനെ ഈ കോടയുടെ എല്ലാം ഇടയിലൂടെ ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളുടെ എല്ലാം നടുവിലൂടെയാണ് നമ്മൾ ഇനി വട്ടവടയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ വട്ടവടയിലേക്കുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ പോകുമ്പോൾ ഇനി നെക്സ്റ്റ് കാണാനുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഏരിയ ആണ്. ഇവിടുത്തെ ഫോട്ടോ പോയിന്റ് എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാണ് നമ്മളിതിൽ പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ ക്രൗഡ് ആവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പമ്പാണ് വട്ടവട റൂട്ടിലെ ലാസ്റ്റ് പമ്പ്. അപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ ഒരുപാട് ഓടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പെട്രോളോ അല്ലെങ്കിൽ ഡീസലൊക്കെ ഫില്ല് ചെയ്തിട്ട് പോവുക. നമ്മുടെ വട്ടവട യാത്രയിൽ നെക്സ്റ്റ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന മാട്ടുപ്പെട്ടി ഡാമാണ്. കുതിരസവാരിയും ബോട്ടിങ്ങും ഷൂട്ടിങ്ങും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഷോപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സൺമൂൺ വാലി എന്ന് പറയുന്ന ഒരു കവാടത്തിൽ നിന്നാണ്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 2 സൈഡിലും ഇതുപോലെ ഒരുപാട് മുട്ടക്കുന്നുകൾ പോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ വട്ടവടയിലേക്കോ എല്ലാം പോകുന്ന വഴിക്ക് നമുക്ക് ആനകളെ കാണാനായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ കാണുന്ന മുട്ടക്കുന്നുകൾ പോലുള്ള ഈ ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ രാവിലെ ആന നിന്ന് മേഞ്ഞിട്ട് പോയൊരു സ്ഥലം കാണാൻ പറ്റി. ഇവിടെ രാവിലെ ആനകൾ നടന്നു പോയതിൻ്റെ കാൽപ്പാടുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു മഴയെല്ലാം കൊണ്ട് നമ്മൾ വട്ടവടയിലേക്കുള്ള യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ വട്ടവട യാത്രയിൽ നമുക്ക് നെക്സ്റ്റ് കാണാനുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന കുണ്ടള ഡാമാണ്. മാട്ടുപ്പെട്ടി ഡാമിലെ പോലെ തന്നെ ഇതിൻ്റെ മുകളിലൂടെയും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഞാനിവിടെ എത്തിയപ്പോഴേക്കും അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷോപ്സ് ഒന്നും ഇതുവരെ ഓപ്പൺ പോലും ആയിട്ടില്ല. ഏകദേശം ഒരു 8:30 കൂടിയാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം 9 മണി കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെയുള്ള ഷോപ്പുകളെല്ലാം ഓപ്പൺ ആവും. ഒരുപാട് വലിയ വണ്ടികളൊന്നും ഈ ഒരു ഡാമിൻ്റെ മുകളിലൂടെ അലൗഡല്ല. ജീപ്പും കാറും ഓട്ടോയും ബൈക്കും അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതിലൂടെ കടത്തിവിടും. ഒരുപാട് വാട്ടർ സ്പോർട്സ് എല്ലാം അവൈലബിൾ ആയിരുന്ന ഒരു പ്ലേസാണ് ഈ കുണ്ടൽ ഡാം. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ കാണുന്ന ആക്ടിവിറ്റീസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഡാമിൽ തീരെ വെള്ളമില്ല എന്നുള്ളത്.
വെള്ളം കുറവായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഓടിക്കേണ്ട ബോട്ടുകളെല്ലാം ഇവിടെ കരയിലെടുത്ത് വെച്ചിട്ടുമുണ്ട്. ഇവിടെ ഇനി ആകെ വെള്ളമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഷട്ടറിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രമാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തേയിലത്തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന തൊഴിലാളികളുടെ ലയങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ എത്ര കണ്ടാലും മതി വരില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസിൻ്റെ ഒപ്പം ചെറിയൊരു കോട കൂടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും കുറച്ച് നേരം നിന്ന് ഇതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഈ ടോപ്പ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ വട്ടവടയിലേക്കോ പോകുമ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി അതിൻ്റെ പീക്കിൽ കാണാൻ പറ്റുന്നൊരു പ്ലേസാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പോട്ട്. ഞാൻ എപ്പോഴൊക്കെ ഈ ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം ഇവിടെ നിർത്തി ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുള്ളൊരു പ്ലേസാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഈ പ്ലേസിൻ്റെ കുറച്ച് അടിപൊളി ഡ്രോൺ ഷോട്ട്സ് നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന വഴിക്ക് ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് കയറിയാണ് വട്ടവടയ്ക്ക് പോകുന്നത്. ഈ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ ഈ ലെഫ്റ്റ് തിരിയുമ്പോൾ തൊട്ട് ഇനി വട്ടവട ചെന്ന് നമ്മൾ പോകാനുള്ള സ്ഥലങ്ങളിലെല്ലാം റോഡ് വളരെ മോശമാണ്. നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പാമ്പാടുംഷോല നാഷണൽ പാർക്കിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ നിന്ന് ആ നേരെ കാണുന്ന വഴിയിലൂടെ നമ്മൾ ഇതിനു മുമ്പ് എസ്കേപ്പ് റോഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ KSRTC ബസ് പോയ ഇതേ റൂട്ടിലൂടെ തന്നെയാണ് നമുക്ക് വട്ടവടയിലേക്ക് പോകാനുള്ളത്. ഇവിടെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ ഡീറ്റെയിൽസും എത്ര പേരുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം വേണം അകത്തേക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ പോകുമ്പോൾ ഈ ഒരു റോട്ടിൽ നെക്സ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തുന്നവരെ എവിടെയും വണ്ടി നിർത്താൻ പാടില്ല എന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടായിരിക്കും മുന്നോട്ട് വിടുക. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പുൽമേടിൽ മിക്കപ്പോഴും നമ്മൾ വട്ടവട പോകുന്ന സമയത്തെല്ലാം അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇത്തവണ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒന്നും കിട്ടിയില്ല. പക്ഷെ തിരിച്ചു വന്ന വഴിക്ക് നമുക്ക് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സിനെ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എല്ലാം പുറകെ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന വഴിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒരുപാട് യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി മുന്നോട്ട് നിന്ന് കഴിയുമ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഈ വട്ടവടയ്ക്ക് പോകുന്ന ആ ഒരു യാത്രയിൽ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വിഷ്വൽ തന്നെയാണ്. അപ്പോൾ ഈ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇടയിലൂടെ ഒരു KSRTC ബസ് കൂടി പോയി എങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഒരുവിധം നേരത്തെ കയറിപ്പോയ ആ ഒരു KSRTC ബസ്സിൻ്റെ പുറകിലെത്തി. ഈ ഒരു മരക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഈ ഒരു വണ്ടി അതിൻ്റെ ആ ഒരു കളർ ടോണിൽ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് എല്ലാം കടന്ന് വട്ടവട എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തി. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി കൃഷികളും പൂക്കളും അങ്ങനെ ഒരുപാട് പ്രകൃതിയോടിണങ്ങിയ കാഴ്ചകളാണ്. ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നതും കൃഷി തന്നെയാണ്. ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സുമാണ്. അതിൽ തന്നെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന സ്ട്രോബെറീസ് ആണ്. ഈ സ്ട്രോബെറീസ് എന്ന് പറയുന്നത് ശരിക്കും പഴവർഗ്ഗത്തിൽ ബെറീസിൻ്റെ ഗണത്തിൽപ്പെട്ടതല്ല എന്നുള്ളത് എത്ര പേർക്കറിയാം. എന്തായാലും വട്ടവടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കൃഷികളെല്ലാം ചെയ്യുന്നത്.
സൂര്യകാന്തിയും സവോളയും ഉള്ളിയും അങ്ങനെ ഒരുപാട് വെറൈറ്റി കൃഷികൾ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തായാലും ഈ വട്ടവട എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലെ ഭംഗി ഒപ്പിയെടുക്കണമെങ്കിൽ നമ്മൾ താഴത്തൊന്നും നിന്നാൽ പറ്റില്ല. എന്തായാലും നമ്മുടെ ചെക്കനെ വിട്ട് വട്ടവടയുടെ കുറച്ച് ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുപോകാം. നമ്മൾ ഈ കാണുന്ന ചെറിയൊരു പട്ടണം കണ്ടില്ലേ, ഇതാണ് ശരിക്കും വട്ടവട എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം എന്ന് പറയാം. ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് പാടശേഖരങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തട്ടുതട്ടായിട്ട് കൃഷികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ തട്ടും പല കളറിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഓരോ തട്ടിലും പല വെറൈറ്റി കൃഷികളാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ നമുക്കിവിടെ വട്ടവടയിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും. നമ്മൾ പൂണ്ടിയിലും ക്ലാവരയിലെല്ലാം പോയപ്പോൾ കണ്ട അതേ രീതിയിലുള്ള ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. അങ്ങനെ കുറച്ചു നേരം നിന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വട്ടവട ടൗണിനകത്തുകൂടി അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കറങ്ങി നടന്ന് കാണാനായിട്ട് ഒരുപാട് പ്ലേസസ് ഉണ്ട്. അപ്പോൾ ആ പ്ലേസസ് എല്ലാം നമുക്ക് എന്തായാലും ഈ ഒരു യാത്രയിൽ പരിചയപ്പെടാം. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ വട്ടവട വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും തന്നെ മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് കൊട്ടാക്കൊമ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ്. നമ്മുടെ നായാട്ട് മൂവിയെല്ലാം ഷൂട്ട് ചെയ്ത അതേ ലൊക്കേഷൻ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമ്മുടെ വട്ടവട ടൗണിൽ നിന്ന് ഇതുപോലൊരു ചെറിയ അമ്പലമുള്ള ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടെ നിന്ന് ഈ കാണുന്ന റൈറ്റിലേക്ക് കയറി ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ പോയി ലെഫ്റ്റ് എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട്. എന്തായാലും ഇതിലെ പോകുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള ഗ്രാമക്കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്, ചിലന്തിയാർ. അത് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലന്തിയാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് കയറി ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് ഗുഹകളും അതുപോലെ അടിപൊളി കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ സ്പോട്ട്. അതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ കൊട്ടാക്കമ്പൂർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തി. അവിടെ ഇവിടെയായിട്ട് ചെറിയ കുറേ അമ്പലങ്ങളും ചെറിയ ചെറിയ വീടുകളും കടകളും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ പട്ടണം എന്ന് പറയാൻ പറ്റുന്നൊരു ഏരിയയാണിത്. ഇതിൻ്റെ ഈ ഒരു കവാടം തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും. ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വെള്ളഗവി പോയൊരു ഓർമ്മയാണ് മനസ്സിലേക്ക് വരുന്നത്. വെള്ളഗവിയും ഈ സ്ഥലവും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. വെള്ളഗവി വരുന്നത് നമ്മുടെ കൊടൈക്കനാലിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ തമിഴ്നാട്ടിലെ ക്ലാവര, പൂണ്ടി ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു കാട്ടുവഴിയെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എല്ലാം പുറകെ വരുന്നുണ്ട്. അങ്ങനെ കൊട്ടക്കമ്പൂരിലെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ അവിടെ തന്നെയുള്ള ലോക്കലായിട്ടുള്ള ഒരാൾ നമ്മളെ വന്ന് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആളാണ് ഇനി നമ്മൾ മുന്നോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വീഡിയോയിൽ ഫേസ് കാണിക്കാനോ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ആളുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ആ സ്കൂട്ടറിൽ പോകുന്നത് തന്നെയാണ് ആൾ. സാധാരണ ഈ കൊട്ടക്കമ്പൂർ കാണാൻ വരുന്ന ആളുകൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു ടെമ്പിളും ആ ഒരു ടൗണിൻ്റെ ഏരിയ എല്ലാം കണ്ടതിന് ശേഷം, ടൗണല്ല ആക്ച്വലി വില്ലേജാണ്, ആ ഒരു വില്ലേജിൻ്റെ ഏരിയകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു പോകാറാണ് പതിവ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് നമ്മൾ ഇനി പോകാൻ പോകുന്ന ഈ സ്ഥലങ്ങളിലേക്കെല്ലാം വരാറുള്ളത്. അങ്ങനെ ആ ഒരു വഴി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് കിടക്കുന്ന ഓഫ് റോഡ് ആയിട്ടുള്ള ഈ ഒരു വഴി കണ്ടില്ലേ, ഇതാണ് പണ്ട് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാട്ടിലൂടെയുള്ളൊരു വഴി. ഇപ്പോൾ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും എല്ലാം ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വഴിക്ക് ആരെയും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ നടന്ന് ആ ഒരു വഴിക്ക് പൂണ്ടിയിലേക്കെല്ലാം പോകാറുണ്ട്. ഈ ട്രിപ്പിൽ ഞാൻ ഒറ്റക്കായതുകൊണ്ടും നമ്മൾ നേരത്തെ കണ്ട വഴി നല്ലപോലെ ഓഫ് റോഡ് ആയതുകൊണ്ടും അതിലേ പോയി റിസ്ക് എടുക്കാനായിട്ടൊന്നും നിന്നില്ല.
പക്ഷേ ആ ഒരു വഴിയല്ലാതെ നമുക്ക് പൂണ്ടിയിലേക്ക് പോകാനായിട്ട് മറ്റൊരു റൂട്ട് കൂടിയുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടക്കമ്പൂർ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് വില്ലേജിലേക്കാണ്. അപ്പോൾ ഇവിടെ പോയി വന്നതിന് ശേഷം നമുക്ക് ആ കൊടൈക്കനാലിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു റൂട്ടിൽ കുറച്ചൊന്ന് അകത്തേക്ക് പോയി നോക്കാം. ഈ കാണുന്നതാണ് നമ്മൾ കൊട്ടക്കമ്പൂർ കഴിഞ്ഞ് വരുമ്പോഴുള്ള ലാസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. ഇനി മുന്നോട്ടേക്ക് നമുക്ക് വേറെ വഴികളൊന്നുമില്ല. അങ്ങനെ വണ്ടി ഇവിടെ നിന്ന് തിരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കൊട്ടക്കമ്പൂർ എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്കുള്ളൊരു വഴിയാണ് തിരിഞ്ഞിരിക്കുന്നത്. ഈ വഴി നമ്മൾ കയറാനുള്ളൊരു കാരണം, പഴത്തോട്ടം വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്. ആ വാട്ടർഫോൾസിലേക്ക് നമ്മൾ നടന്ന് താഴത്തേക്ക് വന്ന് കാണാനായിട്ട് പറ്റും. ഈ ഒരു വാട്ടർഫോൾ തന്നെ നമ്മൾ പഴത്തോട്ടം വ്യൂ പോയിന്റിൽ നിന്നാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ മലയിലായിട്ടാണ് ഈ ഒരു ഫോള് കാണുക. അതുകൊണ്ട് തന്നെ അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടില്ല. ഈ കാണുന്ന നല്ല കുത്തനെ താഴേക്കുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോളിൻ്റെ താഴെ ഭാഗത്ത് വരെ പോകാൻ പറ്റും. എന്തായാലും നമ്മൾ ഭൂമിയിൽ നിന്നെടുത്ത കുറേ ഷോട്ട്സ് കണ്ടില്ലേ. ഇനി നമ്മുടെ ചെക്കനെ വിട്ടെടുത്ത ഈ ഒരു ഫോളിൻ്റെ കുറച്ച് ആകാശ ദൃശ്യങ്ങൾ കണ്ടാലോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കൊട്ടക്കമ്പൂർ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. ഇനി നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ കയറിയാണ് നമ്മൾ പൂണ്ടി അല്ലെങ്കിൽ ക്ലാവറയിലേക്കെല്ലാം പണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു വഴിയിലൂടെ കുറച്ച് ദൂരം നമുക്കിപ്പോൾ പോകാമെങ്കിലും അവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലോക്കലായിട്ടുള്ള ആളുകളെ മാത്രമാണ് അപ്പുറത്തേക്ക് കടത്തിവിടും, അതും നടന്നു മാത്രം. ശരിക്കും ഈ ഒരു വഴി ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് വണ്ടിയെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ഈ വട്ടവടയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൊട്ടക്കമ്പൂരിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമുക്ക് കൊടൈക്കനാൽ എത്താൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഏകദേശം 250 കിലോമീറ്റർ ചുറ്റി വേണം കൊടൈക്കനാലിലേക്ക് എത്താനായിട്ട്. ഇവിടെ വെച്ച് നമ്മുടെ വഴി തീരുന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നേരെ വന്നിരിക്കുന്നത് വട്ടവട വാട്ടർഫോൾസിലേക്കാണ്. ശരിക്കും കോവിഡിന് തൊട്ട് മുമ്പ് വരെ ഈ ഒരു ഫോൾസ് ഒന്നും അത്ര ഫേമസ് ആയിരുന്നില്ല. ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഫോൾസിലേക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അവിടെ പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മലയുടെ താഴ്വാരത്തെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ താഴെ ഇറങ്ങിയതിന് ശേഷം ഈ ചെറിയൊരു വരമ്പ് പോലുള്ള ഏരിയയിലൂടെ നടന്നു വേണം നമുക്ക് വാട്ടർഫോളിലേക്ക് എത്താൻ. ഈ പോകുന്ന വഴിക്ക് തന്നെ 2 സൈഡിലേക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോകണം. കാരണം റൈറ്റ് സൈഡിൽ നല്ല ചരിവായതുകൊണ്ട് തന്നെ കാല് സ്ലിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വട്ടവട വാട്ടർഫോളിലേക്ക് എത്തി. ഈ ഫോൾസിലേക്ക് വരാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ വട്ടവട ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ചെറിയ യൂട്ടേൺ എടുത്ത് താഴേക്ക് നമ്മുടെ ഗ്രാമങ്ങളിലേക്കെല്ലാം ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. ആ ഒരു വഴി തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഫോൾസ് കാണാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി പോകുന്നത് പഴത്തോട്ടം വ്യൂ പോയിന്റിലേക്കാണ്. നമ്മുടെ വട്ടവടയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രാമങ്ങളുടെ എല്ലാം ഒരു ബേർഡ് ഐ വ്യൂ എല്ലാം നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ പഴത്തോട്ടം വ്യൂ പോയിന്റിൽ വന്നാൽ മതിയാവും. വട്ടവട കറങ്ങാനായിട്ട് നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹംബിൾ സജഷൻ എന്ന് പറയുന്നത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് തന്നെ വരുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും റോഡ് വളരെ മോശം കണ്ടീഷനാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തൊരു വണ്ടിയായിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആളുകളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കാര്യം ഏകദേശം തീരുമാനമാവും. അങ്ങനെ കുറേ നേരത്തെ വണ്ടി ഓടിക്കലിന് ശേഷം നമ്മൾ പഴത്തോട്ടം വ്യൂ പോയിന്റിലേക്ക് എത്തി. റോഡിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് വന്നാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ വട്ടവടയിലെ മിക്ക ഗ്രാമങ്ങളുടെയും ഭംഗി നല്ല ഹൈറ്റിൽ നിന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചെറിയ മഴയെല്ലാം ഉള്ളൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തെല്ലാം നല്ല കോടയെല്ലാം നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വട്ടവട ആ ഒരു ടൗണിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ് അഭിലാഷ്. അഭിലാഷിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടി ആൾ വീടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കടക്കുവാണ്. വട്ടവടയിൽ ഞാൻ ടോട്ടലി 2 ദിവസം ഉണ്ടായിരുന്നു. ഈ 2 ദിവസവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളെല്ലാവരും തന്നെ വളരെ കോപ്പറേറ്റീവാണ്. അവരുടെ ഒരു ഫ്രണ്ട് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ ആ രീതിയിലാണ് ഇവിടെയുള്ള ആളുകളെല്ലാവരും നമ്മളോട് ബിഹേവ് ചെയ്യുക. അങ്ങനെ നടന്ന് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളെത്തി. ഒഴുകിപ്പോകുന്ന ചെറിയൊരു അരുവിയും അങ്ങോട്ടേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് മരങ്ങളും അതിൻ്റെ സൈഡിലൂടെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്ന ആളുകളും ആടുകളും അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റി. നമ്മളെ ഒരു പരിചയമില്ലെങ്കിലും ഒന്ന് ചിരിച്ച് നമ്മളെ വിഷ് ചെയ്തതിന് ശേഷമാണ് അവർ മുന്നോട്ട് പോയത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ നേരെ പോയത് അഭിലാഷിൻ്റെ കൃഷിസ്ഥലങ്ങളിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഡ്രോൺ ഷോട്ടിലൂടെ ഇവിടെയുള്ള പാടങ്ങളെല്ലാം കണ്ടെങ്കിലും ഇതെല്ലാം നേരിട്ട് തൊട്ടടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. ഒരുപാട് വെറൈറ്റി കൃഷികൾ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് വെളുത്തുള്ളി കൃഷിയാണ്. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന തരം വെളുത്തുള്ളിയല്ല. ഈ വെളുത്തുള്ളി ഏകദേശം 1 കൊല്ലം വരെ ചീത്തയാവാതിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വട്ടവടയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മൾ നേരത്തെ കണ്ട അതേ പുൽമേട്ടിൽ തന്നെ നമുക്ക് വൈൽഡ് ഡോഗ്സിന് കിട്ടിയത്. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു സൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ പാമ്പാടുംഷോല നാഷണൽ പാർക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട അതേ പുൽമേട്ടിൽ നമുക്ക് വൈൽഡ് ഡോഗ്സിൻ്റെ സൈറ്റിങ്സ് കിട്ടിയത്. അത് വൈൽഡ് ഡോഗ് അല്ലേ? വൈൽഡ് ഡോഗ് ഒരു പടം എടുത്തോട്ടെ പ്ലീസ്, ഒരെണ്ണം, ഒറ്റൊരു പടം ആണോ? അല്ല നിങ്ങൾ നിൽക്കുന്ന കാരണം ചോദിച്ചത്. ആ അല്ല നിങ്ങൾ നിൽക്കുന്നുണ്ടോട്ടാ ചോദിച്ചത്, നിങ്ങൾ സ്റ്റാഫല്ലേ അതാ ചോദിച്ചത്. ഒരെണ്ണം എടുത്തോട്ടെ, ജസ്റ്റ് ഒരെണ്ണം. ആണോ? ക്യാമറ എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ എടുത്തോട്ടെ. ആണോ? ഓ മൊബൈലിൽ കാണിച്ചു. എന്തായാലും മൊബൈലിൽ നമ്മൾ ഈ ഒരു വിഷ്വൽ എടുത്തുകൊണ്ട് തന്നെ അത്ര ക്ലിയർ അല്ലാണ്ടാണ് കിട്ടിയത്. 8 വൈൽഡ് ഡോഗ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. മൊബൈലിലായിരുന്നു അത്ര ക്ലിയർ ആയിട്ട് കിട്ടണമല്ലോ സാധനം. നല്ല പോസായിരുന്നു. അതാ ഇരിക്കണുണ്ടോ? ഓക്കെ ബ്രോ. അപ്പോൾ വൈൽഡ് ഡോഗിനെല്ലാം കണ്ടതുകൊണ്ട് തന്നെ നമ്മളും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.